മലയാള സിനിമകളുടെ മാർക്കറ്റ് സമീപ വർഷങ്ങളിൽ വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. ഒരു കാലത്ത് എത്ര ദിവസം തിയേറ്ററുകൾ ഓടി എന്നതാണ് വിജയത്തിൻ്റെ മാനദണ്ഡമായി നോക്കിയിരുന്നെങ്കിൽ ഇന്ന് അത് ബോക്സ് ഓഫീസ് കളക്ഷനാണ്. വൈഡ് റിലീസിലൂടെ തിയേറ്ററുകൾ വർദ്ധിച്ചതിലും രാജ്യത്തും വിദേശത്തുമായി പുതിയ മാർക്കറ്റുകൾ തുറക്കപ്പെട്ടതിനാലും പോസിറ്റീവ് അഭിപ്രായം വരുന്ന ഒരു ചിത്രം വളരെ വേഗത്തിൽ ബോക്സ് ഓഫീസിൽ കുതിക്കും. ഏറ്റവും ഒടുവിൽ ബോക്സ് ഓഫീസിൽ ശ്രദ്ധ നേടുന്നത് പുതുമുഖമായി എത്തിയ വാഴ 2 എന്ന ചിത്രമാണ്. 2024 പുറത്തിറങ്ങി മികച്ച വിജയം നേടിയ വാഴയുടെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ചിത്രം റിലീസിന് മുമ്പേ തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ആ ഹൈപ്പിനും അഡ്വാൻസ് ബുക്കിങ്ങിനും പ്രതിഫലിച്ചിരുന്നു. ആ ചിത്രം ആദ്യ പ്രദർശനങ്ങൾ ആരംഭിക്കും മുമ്പ് കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് 1.5 കോടിക്ക് മുകളിലായിരുന്നു. ഒരു നവാഗത ചിത്രത്തെ സംബന്ധിച്ച് വലിയ നേട്ടമായിരുന്നു ഇത്. ഇന്നലെയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ്. ആദ്യ ഷോയ്കൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം നിറഞ്ഞതോടെ ഓപ്പണിംഗിലും ചിത്രം കുതിച്ചു. കേരളത്തിൽ നിന്ന് മാത്രം 5.20 കോടിയാണ് ചിത്രം നേടിയെന്ന റിപ്പോർട്ടുകൾ. നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ആദ്യ ദിനം നേടിയത് 10.5 കോടിയാണ്. ഇതൊരു വലിയ നേട്ടമാണ്. കേരളത്തിൽ ഈ വർഷം ഒരു സിനിമ നേടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയിരുന്നു വാഴ 2 നൽകിയത്. മലയാളത്തിലെ ചിത്രത്തിലെ നേട്ടം കേരളത്തിൽ നേടിയ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് നോക്കിയാൽ 14ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് വാഴ 2. എമ്പുരാൻ 14.07 കോടിയും ഒന്നാം സ്ഥാനത്തെ ലിസ്റ്റിൽ രണ്ടാമൻ ഒടിയൻ 7.22 കോടിയും മൂന്നാമത് ഫാഫാഫ 7.20 കോടിയും ലൂസിഫർ 6.38 കോടിയും ആണ് നാലാം സ്ഥാനത്ത്. അഞ്ചാം സ്ഥാനത്ത് മോഹൻലാലിൻ്റെ മരക്കാർ അറബിക്കണ്ട സിംഹം 6.35 കോടിയും ആറാമത് ഭീഷ്മപർവം 6.2 കോടിയും ഏഴാമത് ടർബോയും 6.15 കോടിയും എട്ടാമത് ആട് മൂന്നാം ഭാഗം 5.90 കോടിയും മലൈക്കോട്ടെ ബാലവൻ 5.85 കോടിയും ഒമ്പതാം സ്ഥാനത്ത്. പത്താമത് ആടുജീവിതം, 11ാമത് കിങ് ഓഫ് കൊത്തയും 12ാമത് കായംകുളം കൊച്ചുണ്ണിയും മാമാങ്കമാണ് 13ാം സ്ഥാനത്ത്. 14ാമതാണ് വാഴ 2, 15ാമത് തുടരും എന്നീ ചിത്രങ്ങളാണ്.